നവകേരള സദസ്സിനെതിരായ പ്രതിഷേധത്തിലെ ഭരണ പ്രതിപക്ഷ സംഘടനകളുടെ പോര് വീട് കയറിയുള്ള ആക്രമണത്തിലേക്ക് എത്തുന്നു. ആറ്റിങ്ങലിൽ മുഖ്യമന്ത്രിക്ക് നേരെ കരിങ്കൊടി കാണിച്ച് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകന്റെ വീട് ആക്രമിച്ചത് പോലീസ് നോക്കി നിൽക്കുകയാണ്. ദൃശ്യങ്ങൾ 24 ലഭിച്ചു. സംഭവ സ്ഥലത്ത് നിന്ന് AV ജയശങ്കർ നമ്മളോടൊപ്പമുണ്ട്. ജയശങ്കർ, ഇപ്പോഴും ആറ്റിങ്ങലിൽ ഒരു സംഘർഷ സാഹചര്യം നിലനിൽക്കുന്നുണ്ടോ, അതോ പോലീസിന്റെ നിയന്ത്രണത്തിലാണോ? ഗോപികൃഷ്ണൻ, ഇവിടെ കാര്യങ്ങൾ ഏറെക്കുറെ പോലീസിന്റെ നിയന്ത്രണത്തിലാണ്. നമുക്കിവിടെ കാണാം, വലിയ പോലീസ് സന്നാഹം ഈ വീടിന് മുമ്പിലുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം വീട് ആക്രമിച്ച സുഹേലിന്റെ വീട്ടിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. നമുക്കിവിടെ കാണാം, നിരവധി പ്രവർത്തകരൊക്കെ തന്നെ ഇവിടെ കൂടിയിട്ടുണ്ട്. അപ്പം പുറത്ത് വലിയ തോതിലുള്ള പോലീസ് സന്നാഹം തന്നെ വിന്യസിച്ചിട്ടുണ്ട്. പോലീസ് വലിയ ജാഗ്രതയിലാണ്. ഈ വീട്ടിൽ കഴിഞ്ഞ ദിവസം രാത്രിയാണ് ആക്രമണം ഉണ്ടായത്. വീടിൻ്റെ ജനൽ ചില്ലുകൾ ഉൾപ്പെടെ തകർത്തു. ഒപ്പം ബൈക്ക് ഉൾപ്പെടെ ഇവിടെ നശിപ്പിച്ചിട്ടുണ്ട്. 2 വണ്ടികൾക്ക് വലിയ തോതിലുള്ള കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. ആകെ മൊത്തത്തിൽ വലിയൊരു ആക്രമണമാണ് കഴിഞ്ഞ ദിവസം രാത്രി ഇവിടെ സംഭവിച്ചത്. നമുക്ക് ഇവിടെ സുഹൈൽ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ഏത് തരത്തിലുള്ള എങ്ങനെയായിരുന്നു കഴിഞ്ഞ ദിവസം, എന്തായിരുന്നു സംഭവം? നമ്മൾ നവകേരള സദസ്സ് കടന്നുമായിട്ട് നമുക്ക് കാര്യം കൂടി കാണിച്ചു. DFIക്കാർ തടയാൻ വന്ന് ഞങ്ങൾ ആക്രമിക്കാൻ വന്ന് നമ്മൾ തിരിച്ചാക്രമിച്ചു. അങ്ങനെ പ്രശ്നങ്ങളായി നിൽക്കുകയായിരുന്നു. സാഹചര്യത്തിൽ അപ്പോഴേ ഭീഷണിയുണ്ട്. വീട്ടിൽ കിടത്തി ഉറക്കില്ല രീതികൾ ഭീഷണിയും കാര്യങ്ങളുണ്ടായിരുന്നു. ഞങ്ങളൊരു 100-150 പ്രവർത്തകർ ഞങ്ങളോട് കൂടിയതാണ്. പോലീസ് വന്നിട്ട് പറഞ്ഞ് ഒരു പ്രശ്നമില്ല, ഞങ്ങൾ നോക്കുക, നിങ്ങളായിട്ട് ക്രമസമാധാനം തകർക്കരുത്, ഞങ്ങൾ മുഴുവൻ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നു എന്ന് പറഞ്ഞ് പോലീസുകാർ സംരക്ഷണം ഏറ്റെടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെ എല്ലാവരും പിരിഞ്ഞു പോകണം. അത് കഴിഞ്ഞ് വൈകുന്നേരമൊക്കെ ആയപ്പോഴത്തേക്കും എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞ് ഒരു കാരണവശാലും നീ വീട്ടിൽ പുറത്തിറങ്ങരുത്, വീട്ടിൽ തന്നെ ഉണ്ടായിരിക്കണം, കാരണം നിൻ്റെ പ്രൊട്ടക്ഷൻ ഞങ്ങൾ ആവശ്യമാണ്. ആ രീതിക്കൊക്കെ അവർ പറഞ്ഞ് ഞാൻ വീട്ടിനകത്ത് തന്നെ ഇരിക്കുകയാണ്. ഒരു 8 മണി കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ഫസ്റ്റ് കോൾ വന്നു. ആലങ്കോട് DFIക്കാർ കൂടെയാണ്. നീ വീട്ടിൽ നിന്ന് മാറിക്കാൻ പറഞ്ഞ് കോൾ വന്നു. ഞാൻ ഇപ്പോൾ ഇറങ്ങിയിട്ട് പോലീസായിട്ട് പറഞ്ഞു, നിങ്ങളാണ് പ്രൊട്ടക്ഷൻ ആയിട്ടത്, അവിടെ കൂടെയാണ്, എന്തെങ്കിലും ചെയ്യാൻ പറ്റും നിങ്ങൾ ചെയ്യാൻ പറഞ്ഞു. ആ ഇടിവണ്ടി താഴെ കിടപ്പുണ്ടോ, അവിടെ കിടക്കുന്ന ഇടിവണ്ടി അതൊന്നെടുത്ത് ഇങ്ങോട്ട് ഇടാം, അത് ചെയ്തിട്ടില്ല. പോലീസുകാർ ചലിച്ചിട്ടില്ല, അനങ്ങിയിട്ടില്ല. പോലീസുകാർ ഒരൊറ്റ എടുത്താൽ ഇടത്തുനിന്ന് മാറിയിട്ടില്ല. അവർ വന്നപ്പോഴത്തേക്ക് വീഡിയോസ് കൃത്യമായിട്ടുണ്ട്. അവർ വന്നപ്പോൾ അവരെ കൂടെ നടക്കുകയാണ്. അതിനപ്പുറം വേറൊന്നുമില്ല. അവന്മാർ വന്ന് ആദ്യം കല്ലെറിഞ്ഞ് കുറേ, ഞാൻ ഡോറും തള്ളി പിടിച്ച് ഇവിടെ നിൽക്കുകയാണ്. കല്ലെറിഞ്ഞ് കുറച്ച് പേര് ബാക്ക് വഴി ഇറങ്ങി കയറി ഉമ്മായ തറയെ പിടിച്ചിട്ട്, പിന്നെ എൻ്റെ കുഞ്ഞാടെ മോളുണ്ടായിരുന്നു 10 വയസ്സുള്ള, അവൾ ബാക്ക് വഴി ഇറങ്ങി അവളവിടെ പിടിച്ച് വലിച്ചടച്ച് മുറിവുകളുണ്ട്. പിന്നെ എൻ്റെ 1 വയസ്സുള്ള കുഞ്ഞും ഭാര്യ ഉണ്ടായിരുന്നു. അവളെ റൂമിൽ തള്ളിയിട്ട് മോൻ്റെ കൈ പിടിച്ച് വലിച്ച് എന്തോ ജസ്റ്റിന് അവളുടെ റൂമിൽ കയറി കഥ. അത് കഴിഞ്ഞ് ഈ ഡോറിന് വാള് വെച്ചാണ് വെട്ടിയത്. ആ വെട്ടിലാണ് ഞാൻ ബാക്കിലോട്ടാവുന്നത്. ആ ഒറ്റ വെട്ടിലാണ് ബാക്കിലോട്ടാവുന്നത്. ഉമ്മായും ഞങ്ങളെല്ലാം ബാക്ക് കൂടി ഇറങ്ങി ഓടി. വീടും മൊത്തം അവന്മാർ അടിച്ച് തകർത്ത്, വണ്ടികളെല്ലാം അടിച്ച് തകർത്ത് നശിപ്പിച്ചിട്ട് അവന്മാർ പോയി. കൃത്യമായിട്ട് ചെയ്തവരെ ജയശങ്കറിനൊപ്പമാണ് ഇപ്പോൾ സംഭവ സ്ഥലത്ത് ആറ്റിങ്ങലിൽ നിന്നും അവിടെയുള്ളവർ കാര്യങ്ങൾ വിശദീകരിക്കുന്നത് നമ്മൾ കണ്ടത്.